കൂട്ടുകാരെ, നമ്മളെ ബിഗ് ബോസ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഇന്നലെ ലാലേട്ടൻ വന്ന് ഭയങ്കര ഫയറായിരുന്നു അനിമോള് നിന്ന നിപ്പ് കാണണമായിരുന്നു. സൂപ്പറായിട്ട് അനിമോൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ തന്നെ നിന്നു. അത് കണ്ടപ്പോഴത്തേക്ക് അതിശയം തോന്നി. ഞാൻ വിചാരിച്ചു അനിമോൾ ഇപ്പൊ കരയും. പക്ഷെ അനിമോള് നല്ല സ്ട്രോങ് ആയിട്ട് സ്മാർട്ടായിട്ട് നിന്നു. അവസാനം ലാലേട്ടൻ തന്നെ മടുത്തു പറഞ്ഞിട്ട്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലാലേട്ടൻ അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുക്കാത്തത്? എന്തുകൊണ്ട് ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ല? ഈ രണ്ട് ക്വസ്റ്റ്യൻസും എല്ലാ ആൾക്കാരും ചോദിക്കാൻ സാധ്യതയുള്ളതും എല്ലാരും ചോദിക്കുന്നതുമായ ക്വസ്റ്റ്യൻ ആണ്. എനിക്കും ആ ഒരു സംശയമുണ്ട്. ലാലേട്ടൻ എന്തിനാണ് ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമെന്ത്? അനുമോള് കണ്ട കാര്യമല്ലേ പറഞ്ഞത്. അവർക്ക് കാണാൻ പറ്റാത്തത് അനുമോളുടെ കുറ്റമല്ലല്ലോ. ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ട് ഗെയ്സ്. എന്താന്നല്ലേ, പുറത്തേക്ക് പോയില്ലേ ബിൻസി അകത്തേക്ക് കയറുന്നു. ശൈത്യ പുറത്തേക്ക് പോകുമ്പോ ബിൻസി അകത്തേക്ക് കയറുകയാണ്. ഇന്ന് ശൈത്യാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ബിൻസി അകത്തേക്കും കയറുന്നുണ്ട്. ഇന്നലത്തെ അനുമോളുടെ നിപ്പ് എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോയ്ക്ക് അതിനെ ചൊല്ലിയിട്ട് ഒരു രാജ് ഒരു യൂട്യൂബറാണ്. പുള്ളിക്കാരൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരുന്ന ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനുമോളെ വഴക്ക് പറയുമ്പോൾ അനുമോള് കരഞ്ഞ് മെഴുകി നിലവിളിച്ച് അനുമോൾക്ക് പണിഷ്മെന്റ് ഒക്കെ കിട്ടും എന്ന് കരുതി എല്ലാവർക്കും നിരാശ കൊടുത്തുകൊണ്ട് ലാലേട്ടൻ കുറച്ച് വഴക്ക് നിങ്ങൾക്ക് നാണോ ഇല്ലേന്നൊക്കെ ചോദിച്ചു. വേറൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. ഇനി ആ രാജിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ബൈ. ഈ പാട്ടാണ് എനിക്ക് പാടാൻ തോന്നിയത്. ഇവിടെ കുറെ സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാര് ഈ പറയുന്ന നമ്മുടെ അനുമോള് വന്ന് മാപ്പ് പറയുമ്പോ കണ്ടോ അവൾ പറഞ്ഞത് തെറ്റായിരുന്നു, ഇപ്പൊ എന്തിനു മാപ്പ് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതുപോലെ ലാലേട്ടൻ വന്ന് നല്ലൊരു ശിക്ഷ, ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമെന്നൊക്കെ എല്ലാരും കരുതി. പക്ഷേ ഒന്നും നടന്നില്ല. കല്ല് പോലെ മല പോലെ ഉറച്ചു നിന്നു. ഞാൻ കണ്ടു ഇവിടെ ഇത്രയും 100 ക്യാമറയുണ്ട്, 300 സ്റ്റാഫുകളുണ്ട്. അവരൊന്നും നോക്കിയിട്ട് കണ്ടില്ല. താങ്കൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോ ഞാൻ കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞ് താൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു. അതാണ് പെണ്ണ്. അല്ല അവിടെ വരണ്ടു പോയില്ല, വേണമെങ്കിൽ പുറത്തു വിടും. ഞാൻ കണ്ടു. നിങ്ങളിനി ആരല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ കൂടി ഞാൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് പെണ്ണ്. മനസ്സിലായില്ല? അവിടെ നമുക്ക് വിധി എഴുതാം. അവളെ കണ്ടിട്ടുണ്ട്. പുതപ്പിനടിയിലൊന്നും നിങ്ങൾ ക്യാമറ വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കാണാൻ നിങ്ങളിപ്പോ ആരൊക്കെ കണ്ടാലും ആരൊക്കെ കണ്ടില്ലെങ്കിലും ഫുട്ടേജ് വെളി വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ മനസ്സിലായിക്കൊള്ളും. അതൊക്കെ പോട്ട് എന്തുകൊണ്ട് കംപ്ലൈന്റ്, എന്തുകൊണ്ടൊരു പണിഷ്മെന്റ് കൊടുത്തില്ല? വൈ? എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ നടന്നിട്ട്, ഇത്രയും വലിയൊരു സംഭവം, ഒരു പെണ്ണിന്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് അനുമോൾക്ക് പണിഷ്മെന്റ് കൊടുത്തില്ല? ഇപ്പൊ ഒരു പ്രഭ വന്നു, പാത്രം കഴുകിയില്ല, അതുകൊണ്ട് പണിഷ്മെന്റ്. ഇവിടെ ഇത്രയും വലിയൊരു അലിഗേഷൻ ഈ പറയുന്ന ലാലേട്ടൻ വാളെടുത്ത് തുള്ളുകയാണ് ചെയ്തത്. മനസ്സിലായി? വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയ ലാലേട്ടൻ ഒരു പണിഷ്മെന്റ് പോലും ചെയ്തില്ല. എന്ന് മാത്രമല്ല, അവിടെ ജിസേൽ എണീറ്റ് എന്ന് പറഞ്ഞു, ദൈവം അതേ ലാലേട്ട, അവളെ എന്റെ അടുത്ത് ഞാൻ പിന്നീട് ഈ പറയുന്ന പിന്നീട് ജയിലിൽ വെച്ച് ഞാൻ 4-5 വട്ടം പറഞ്ഞു. ലാലേട്ടനെ കാണുമ്പോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചെല്ലം കൂടുതലാണ്. ലാലേട്ടൻ ഒന്നും വിചാരിക്കില്ല. ഞാൻ 4-5 വട്ടം പറഞ്ഞു, ഈ പറയുന്ന എനിക്കൊരു സോറി തരാൻ പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, ദൈവം തമ്പുരാൻ വന്നാൽ പോലും സോറി തരൂലെന്ന്. ഉടനെ ലാലേട്ടൻ എന്താ പറഞ്ഞത്? ലാലേട്ടൻ പറഞ്ഞു, സോറി ഒന്നും വേണ്ട. അത് സോറി വേണ്ടാത്തത്? അതെന്തുകൊണ്ട് ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഒരാൾക്ക് ഒരു പണിഷ്മെന്റും കൊടുത്തില്ല?